ഇന്ത്യൻ റെയിൽവേയുടെ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റും അതുപോലെ തന്നെ അനുബന്ധ വിവരങ്ങളും ഇപ്പോൾ RRB റിലീസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാം. മാക്സിമം പരമാവധി നിങ്ങളുടെ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേൻ്റെ അണ്ടറിലേക്കുള്ള പുതിയൊരു വിജ്ഞാപനവും കൂടി, അതായത് ഒരു ഷോർട്ട് നോട്ടീസും കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള അപേക്ഷ RRB ഉടനെ ക്ഷണിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം. അതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് ഡേറ്റ് അടക്കം ഇപ്പോൾ കൺഫേം ആയിട്ട് ഇന്ത്യൻ റെയിൽവേ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9/3/2024 ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമെന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. അതായത് ടെക്നീഷ്യൻ തസ്തികയുടെ RRB ടെക്നീഷ്യൻ തസ്തികയുടെ അപേക്ഷകൾ 9/3/2024 സ്റ്റാർട്ട് ചെയ്യും. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 8/4/2024 ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. 9/3/2024 തുടങ്ങിക്കഴിഞ്ഞാൽ 8/4/2024 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഉണ്ട്, അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഉണ്ട്. ഗ്രേഡ് 1 ലെവൽ 5 അതുപോലെ തന്നെ ഗ്രേഡ് 3 ലെവൽ 2 പേ സ്കെയിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 1 ഏകദേശം 29,200 രൂപ മുതൽ തുടക്ക ശമ്പളം ലഭിക്കും. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 19,900 രൂപ മുതലാണ് ശമ്പളം പറഞ്ഞു വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് നിങ്ങൾക്ക് 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതേ തസ്തികയിലേക്ക് 1100 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 18 to 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം 7,900 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 9,000 ഒഴിവുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 9,000 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട പ്രായം കണക്കാക്കുന്ന തീയതി 1/7/2024 എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ പ്രായം കണക്കാക്കുന്നത്. പിന്നെ ഇതിന് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരാം. നിങ്ങൾക്ക് 10ാം ക്ലാസ് ITI അല്ലെ +2 ITI ഡിപ്ലോമ അതുപോലെ തന്നെ ഡിഗ്രി ITI ഏതൊരു യോഗ്യത ITIയോട് കൂടിയിട്ടൊക്കെയുള്ള ഏതൊരു യോഗ്യത ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും. ഡേറ്റ് നമ്മൾ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡേറ്റ് 9/3/2024 അപേക്ഷ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 8/4/2024 വരെ എല്ലാവർക്കും തന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മുഖാന്തരം കൂടുതൽ വിവരങ്ങൾ, അതായത് കൃത്യമായിട്ടുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 500 രൂപ അപേക്ഷാ ഫീസായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 500 രൂപ അപേക്ഷാ ഫീസ് എല്ലാ കാൻഡിഡേറ്റും അടക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആൻ എമൗണ്ട് ഓഫ് 400 അത് റീഫണ്ടായിട്ട് നിങ്ങൾക്ക് കയറുന്നതായിരിക്കും. ഇതിൽ 100 രൂപ മാത്രമേ അപേക്ഷാ ഫീസായിട്ടുള്ളൂ. അതിൽ 400 രൂപ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ തിരിച്ചു കയറുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ SC ST അതുപോലെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളെല്ലാം 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഷാൽ ബി റീഫണ്ടഡ് ഡ്യൂലി, അത് നിങ്ങളുടെ എക്സാമിൻ്റെ ശേഷം നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് മുഴുവനായിട്ട് തന്നെ തിരിച്ചു കയറുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള, അതായത് ജനറൽ OBC ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 500 രൂപ ഫീസ് ഉണ്ടെങ്കിലും 400 രൂപ പരീക്ഷ കഴിഞ്ഞാൽ തിരിച്ചു കയറും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫീമെയിൽസ് SC ST ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപ ഉണ്ടെങ്കിലും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ട്രിവാൻഡ്രത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യാം. അപ്പം മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. അപേക്ഷ തുടങ്ങിയ ഉടനെ തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.